ഒരു 12 മണിക്ക് ശേഷം ഒന്ന് നോക്കുപോയിട്ട് നിന്റെ മകൾ, നിന്റെ മകൻ, നിന്റെ സ്വകാര്യമായ മകളുടെയോ മകന്റെയോ റൂമിൽ വെച്ച് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാൽ ചിലപ്പോൾ കാണാനുള്ള കാഴ്ച മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വാട്സപ്പ് എന്നുള്ള സംവിധാനം വന്നപ്പോ ഒരുപാട് നന്മയുണ്ട്, പക്ഷേ അതിന്റെ കുറ്റം അതിനേക്കാൾ അധികമാണ്. ഉപകാരമുണ്ടെങ്കിലും അതിന്റെ ഉപദ്രവം എന്നുള്ളത് അധികമാണ്. നിങ്ങൾക്കറിയോ, കണ്ണൂര് കോഴിക്കോട് പ്രദേശത്തൊരു സംഭവം നടന്നില്ലേ? സറീന എന്ന് പറയുന്ന ഒരു പെണ്ണ്, നല്ല ദീൻ ഇസ്ലാമിന്റെ ചട്ടയോടുകൂടി ജീവിച്ചൊരു പെണ്ണ്, സറീന എന്ന് പറയുന്ന ഒരു പെണ്ണ്. ആ പെണ്ണിന്റെ പിതാവ് ഗൾഫിലാണ്. ആ പെണ്ണിന്റെ ഗൾഫിലുള്ള പിതാവ് നല്ല ദീനീ ബോധമുള്ളവനാണ്. അങ്ങനെ പോറ്റി മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോ തന്റെ മകളും തന്റെ ഉമ്മയും സ്വകാര്യമായി വലിയൊരു വീട്ടിൽ താമസിക്കുന്നു. അവർ കൊണ്ടുവച്ചതായ ഒരു ഇബ്ലീസിന്റെ ചതിക്കൂടി എന്നുള്ളത് ഒരു കാർ ഡ്രൈവറാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഡ്രൈവർമാരുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം. നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് കയറ്റാൻ പാടില്ല. ആവശ്യത്തിന് മാത്രമേ ഡ്രൈവർമാർക്ക് പോലും നമ്മൾ അനുവാദം കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അപകടമാണ്. ഈ സറീന എന്ന് പറയുന്ന വീട്, ഈ പെണ്ണിന്റെ വീട്ടില് ഒരു കാഫിറായ ഒരു ഡ്രൈവറെ വെച്ചു. ആ വിനോദി എന്ന് പറയുന്ന ഡ്രൈവർ നടന്ന സംഭവമാ. ആ ഡ്രൈവർ ഒരുപാട് കാര്യങ്ങളോട് ബന്ധപ്പെട്ടു. ഇവരുടെ കുടുംബം പോലെയായി. അവസാനം ഗൾഫിൽ നിന്ന് പിതാവ് വിളിക്കുമ്പോ ആദ്യമായി ചോദിക്കുന്നത് വിനോദിന് എന്തുണ്ട് എന്ന്. മകൾക്കല്ല, ഭാര്യക്കല്ല, അമുസ്ലിമായ വിനോദിന് എന്തുണ്ട് വിശേഷം, അവർക്ക് എന്തെങ്കിലും വേണമോ എന്നാണ്. സുബ്ഹാനല്ലാഹ്, അത്രയും അടുത്തുപോയി. ചുരുക്കി പറയട്ടെ, ഒരുപാട് കാലം അധ്വാനിച്ചുകൊണ്ട്, വെയിലത്ത് പണിയെടുത്തുകൊണ്ട്, വിയർപ്പുതുള്ളികൾ താരതാരയായി ഒലിപ്പിച്ച് സമ്പാദ്യം നേടിക്കൊണ്ട് ഈ സരീനയുടെ പിതാവ് ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു വാർത്ത കേട്ടു. എന്താണെന്നറിയോ? ഈ പിതാവ് ഗൾഫിൽ നിന്ന് വരികയാണ്. വീട്ടിലേക്ക് വരുന്നതിന് അല്പം മുമ്പാണ് ഈ സരീനയുമായി, ഈ സരീന എന്ന് പറയുന്ന മനുഷ്യൻ പെണ്ണുമായി ഈ ഡ്രൈവർ വിനോദ് ഒളിച്ചോടുകയാ. ഈ വിനോദ് ഒളിച്ചോടുകയാണ്. രാവിലെ സമയമായപ്പോ സുബ്ഹി നിസ്കാരത്തിന് ഉമ്മ വാതിൽ തുറന്നു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്റെ മകളെവിടെ? എല്ലാം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവിടെ കട്ടില് മാത്രമാണ്, ബെഡ് മാത്രമാണ്. അവിടെ കടലാസ് കഷ്ണം കിട്ടിയിട്ട് ആ കടലാസ് കഷ്ണം നോക്കുമ്പോ ഈ പിതാവ് കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ഈ ഉമ്മ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ആ സരീന എന്ന് പറയുന്ന പെണ്ണ് എഴുതിയതായ ഒരു എഴുത്താണ്. എന്റെ ഉമ്മ, ഇനി എന്നെ അന്വേഷിക്കണ്ട. ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഡ്രൈവറായ വിനോദമായി ഞാൻ നാട് വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തേ അപകടം? എന്റെ ഉമ്മമാരെ, വലിയ സമ്പാദ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കാർ ഡ്രൈവറെയോ ഏതെങ്കിലും ഒരു അമുസ്ലിമായ ഓട്ടോ ഡ്രൈവറെയോ അമിതമായി ബന്ധമുണ്ടോ എങ്കിൽ നമ്മുടെ കുടുംബം കുളം തോണ്ടുമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സമയം അധികമായി എന്ന് തോന്നുന്നു. ആയത്തിനർത്ഥം വെച്ച് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ആയത്തിന്റെ വിശദീകരണം വരുന്ന പ്രവാചകന്മാർ വിശദീകരിക്കുമെന്നുള്ള ബോധത്തോട് ഒന്നുകൂടി ഈ ആയത്തിന് അർത്ഥം വെച്ച് നിർത്താം. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കട്ടെ. വബികുഫ്രിഹിം, അഹ്ലുൽ കിതാബ് അവിശ്വസിച്ച കാരണം കൊണ്ട് അല്ലാഹു ശപിച്ചു. ഈ വബികുഫ്രിഹിം എന്ന് പറഞ്ഞാൽ അഹ്ലുൽ കിതാബ് അവിശ്വസിച്ച കാരണം കൊണ്ട് അതിന്റെ ബന്ധം കളയപ്പെട്ടതാണ്. അതാണ് അല്ലാഹു പറയുന്നത്, നാം ശപിച്ചു, നാം ശപിച്ചു, നാം വിദൂരമാക്കി. വബികുഫ്രിഹിം, അഹ്ലുൽ കിതാബ്, ആ ഇസ്രായേലുകാർ, യഹൂദികൾ, അവർ മൂസാ നബിയും ഈസാ നബിയും അവർ അവിശ്വസിച്ചു. ആ കാരണം കൊണ്ട് നാം ശപിച്ചു. മാത്രമല്ല വഖൗലിഹിം, അവിടെ വാക്കിന്റെ കാരണം എന്താ? വാക്ക് അലാ മറിയമ ബുഹ്താനൻ അദീമ, അലാ മറിയമ, മറിയം ബീവിയുടെ മേൽ അവർ പറഞ്ഞ വാക്ക് ബുഹ്താനൻ അദീമ, വലിയതായൊരു കളവ്, വലിയതായൊരു ആരോപണം അവർ പറഞ്ഞു. ആ കാരണം കൊണ്ട് നാം ശപിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. ശേഷമുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നു വഖൗലിഹിം, അവിടെ വാക്കുകൊണ്ടും. എന്താ അവർ പറഞ്ഞത്? ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലുള്ളാഹ്, നാം മറിയമിന്റെ മകൻ ഈസാ നബി അലൈഹിസ്സലാമിനെ വധിച്ചു എന്ന്, ഈസാ നബിയെ കൊന്നു എന്ന് അവർ പറയുന്നു. പക്ഷേ വമാ ഖതലൂ,
നബി അവർ കൊന്നിട്ടില്ല, വമാ സ്വലബൂ അവർ കുരിശിലേറ്റിയിട്ടില്ല. നമ്മുടെ യേശുവിനെ പറ്റി അവർ പറയുന്നത് ഈസയായിട്ട്, കുരിശിലേറ്റിയ യേശുവിനെ ഈസാ നബിയാക്കി അവർ കണക്കാക്കും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവം അങ്ങനെയല്ല. വലിയൊരു ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് ആയത്തിന്റെ അർത്ഥം മാത്രം പറഞ്ഞു നിർത്തുകയാണ്. ചരിത്രം ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള പ്രവാചകന്മാർ നമ്മൾ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്കൊക്കെ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഖൗലിഹിം അഹ്ലി കിതാബിന്റെ വാക്കിന്റെ കാരണം കൊണ്ട് ഇന്നാ ഖതൽനാ തീർച്ചയായും നാം കൊന്നു എന്ന് ആരാ പറയുന്നത്? ഈ അഹ്ലി കിതാബുകാർ പറയുന്നത്. ആരെയാ കൊന്നത്? ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനായ മറിയം റളിയല്ലാഹു അൻഹയുടെ മകനായ ഈസാ നബിയെ നാം കൊന്നു. അവർ പറയുന്നത് കൊന്നിട്ട് കുരിശിലേറ്റി എന്നാ പറയുന്നത്. പക്ഷേ അല്ലാഹു പറയുന്നു വമാ ഖതലൂ, അവർ ഈസാ നബിയെ കൊന്നിട്ടില്ല, വമാ സ്വലബൂ അവർ കുരിശിലേറ്റിയിട്ടുമില്ല, വലാകിൻ ശുബ്ബിഹ ലഹും അവർക്ക് ഈസാ നബിയുടെ കോലത്തിൽ ഒരു മനുഷ്യനെ അല്ലാഹു മാറ്റി. എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈസാ നബിയുടെ ഒരു മുഖത്തിന്റെ രൂപം കൊടുത്തു. അങ്ങനെ അവർ വീട്ടിലേക്ക് ഈസാ നബിയെ പിടിക്കാൻ വേണ്ടി വന്നപ്പോ ഒരു കോലം കണ്ട് ആ കോലം കാണുമ്പോൾ ഈസാ നബി തന്നെ, ഒരു വ്യത്യാസമില്ല. അവർ അങ്ങനെ പിടിച്ചു കൊണ്ടുപോയി കുരിശിലേറ്റി. ആ സംഭവമാണ് പറയുന്നത്. പക്ഷെ ചില ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. 12 ആളുകളാണ് ഈസാ നബിയെ പിടിച്ച് കൊല്ലാൻ വേണ്ടി പോയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കുരിശിലേറ്റിയപ്പോഴാണ് ഒരു സംശയം. 12 ആണ്ടല്ലോ 11 കാണുന്നില്ല, ഒരാളെ കാണുന്നില്ല. ചില ആൾക്ക് സംശയം അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ആ സംശയത്തിൽ തന്നെയാണ്. അവർ ആ സംശയത്തിൽ തന്നെ അവർക്ക് ആ ഊഹത്തോട് അവർ വിചാരിച്ചത് ഈസാ നബിയാണ് എന്ന് വിചാരിച്ചാണ് ഈ മനുഷ്യനെ കൊന്നത്. അതുകൊണ്ട് അവരുടെ ഊഹത്തിൽ തന്നെ പിൻപറ്റാനല്ലാതെ അവർക്കൊരു അറിവുമില്ല. സത്യത്തിൽ നടന്ന സംഭവം എന്താണെന്നറിയോ? വമാ ഖതലൂ യഖീനാ, അവർ ഈസാ നബിയെ കൊന്നിട്ടില്ല, യഖീനാ തീർച്ചയായും കൊന്നിട്ടില്ല. പിന്നെ എന്ത് സംഭവിച്ചു? അല്ലാഹുവിന്റെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ ഉയർത്തിയിട്ടുണ്ട്. വകാന അല്ലാഹു അസീസൻ ഹകീമാ, അല്ലാഹു പ്രതാപിയാണ്, പ്രതാപശാലിയാണ്, അജയ്യനാണ്, യോഗ്യനാണ്, യുക്തിമാനാണ്. വിശുദ്ധ ഖുർആൻ. ഇൻഷാ അല്ലാഹ് ശേഷമുള്ള ആയത്തിന് വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അല്ലാഹു നമുക്കൊക്കെ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു ഒരു സ്വാലിഹായ അമലാക്കി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ചെയ്തു പോയ ദോഷങ്ങൾ മുഴുവനും ഈ ദിവസത്തിന്റെയും മാസത്തിന്റെയും ബറക്കത്തോടെ